ഓർമ്മയുണ്ടോ ഈ സ്ഥലം? നമ്മൾ കുഞ്ചിത്തണ്ണിയിൽ നിന്ന് ചെകുത്താമുക്ക് കൂടി ദേശീയം കൂടിയിട്ട് ഒരു ദിവസം യാത്ര ചെയ്തത് ഇവിടം വരെ ആകി നിർത്തിയതാണ് കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം കുഞ്ചിത്തണ്ണിയാണ്, നമ്മുടെ മണിയാശൻ്റെ നാട്. കുഞ്ചിത്തണ്ണി ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ശരിക്കും മൂന്നാറിൽ നിന്ന് രാജക്കാട് പോകുന്ന വഴിക്കാണ് ഈ കുഞ്ചിത്തണ്ണി എന്ന് പറയുന്ന ഗ്രാമമുള്ളത് കേട്ടോ. മനോഹരമായ ഒരു ഗ്രാമം, നമ്മുടെ മുതിരപ്പുഴ ആറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സുന്ദര ഗ്രാമം എന്നൊക്കെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയിലെ ഏറ്റവും പഴയകാല ഒരു ഗ്രാമമാണ്. ഏലവും അതുപോലെ കുരുമുളകും ജാതിയൊക്കെ ഒന്നിച്ചു വിളയുന്ന ഒരു സുന്ദരമായിരിക്കുന്ന നാട്. ധാരാളം കടകളും സ്ഥാപനങ്ങളും സ്കൂളും അതുപോലെ ചെറിയ പള്ളിയൊക്കെ ഈ നാട്ടിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുഞ്ചിത്തണ്ണി ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. ഹായ് കൂട്ടുകാരെ, ആ ഗ്രാമത്തിലേക്ക് നമ്മളങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മൾ ആനച്ചാലിൽ നിന്ന് കുഞ്ചിത്തണ്ണി റൂട്ടിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം ആ ടൗണിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാൽ നമ്മുടെ ചൊക്രമുടി മലനിരകൾ അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അത് വേറൊരു വൈബ് തന്നെയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് ബൈസന്മാരിക്കും മുട്ടുകാടിനും ഒക്കെ തിരിയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെറിയ ഫാക്ടറി കാണാൻ പറ്റും. പണ്ടൊരു പൂജാകരി പൗഡർ എന്നൊക്കെ പറഞ്ഞായിരുന്നു, ഇപ്പോൾ സൈന കോഫി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. ധാരാളം കടകളുണ്ട് കേട്ടോ. ഈ കാണുന്ന ബസ്സിലെ ഇത് ബൈസമാലി എന്ന് പറഞ്ഞ ബസ്സാണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവലയ്ക്ക് പറയപ്പെടുന്ന പേരെന്ന് പറഞ്ഞാൽ ബൈസമാലിക്ക് തിരിഞ്ഞു പോണ ജംഗ്ഷനാണ്. ഇവിടെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയൊക്കെ ഉണ്ട്. എന്താണെങ്കിലും നമ്മൾ ബൈസമാലിയിൽ നിന്ന് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. കുഞ്ചിത്തണ്ണിയുടെ മറ്റുള്ള കാഴ്ചകൾ നമുക്ക് കാണണ്ടേ. അപ്പോൾ പോകുന്ന വഴിക്ക് ആ കാണുന്ന മലയില്ലേ, അത് നമ്മുടെ ചൊക്രമുടിയാണ് കേട്ടോ. നമ്മുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുഞ്ചിത്തണ്ണി ടൗണിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ അധികം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ആനച്ചാലും മൂന്നാറും ബൈസമ്പാലിയും രാജാക്കാടും ഒക്കെ ആയിട്ട് അടുത്ത് കിടക്കുന്ന ഒരു ഗ്രാമമായതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റ് ഹബ്ബ് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കേട്ടോ. ഇവിടെ ധാരാളം ഹോം സ്റ്റേകളും റിസോർട്ടുകളും അതുപോലെ തന്നെ നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ ധാരാളമുള്ള ഒരു മേഖലയാണ് നമ്മുടെ കുഞ്ചിത്തണ്ണി എന്ന് പറയുന്ന സ്ഥലം. അതുമാത്രമല്ല കേട്ടോ, നമ്മുടെ ഏലക്കാടുകളിൽ നിന്നൊക്കെ പണിയെടുക്കുന്ന ഭായിമാരുടെ ഒരു കേന്ദ്രം കൂടിയാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ അവരുടെ ഒരു കേന്ദ്ര സ്ഥലവും കൂടിയാണ് ഈ കുഞ്ചിത്തണ്ണി. മനോഹരമായ ഒരു ഗ്രാമമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും നമുക്ക് കടക്കാൻ കഴിയും. ഈ ഗ്രാമത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആദ്യം നിന്ന് അവിടുന്ന് ജസ്റ്റ് മീറ്ററുകൾ മാത്രം മാറിയുള്ള ഒരു സ്പോട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ അത് ബാക്കി കാണുന്ന മലനിരകളൊക്കെ നമ്മുടെ പള്ളിവാസലാണ്. അപ്പോൾ ഇവിടെ ധാരാളം കടകൾ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതുവഴിയാണ് രാജക്കാടിനും അതുപോലെ പൂപ്പാറയ്ക്കും പിന്നെ നമ്മുടെ പൊന്മുടി ഡാമിലേക്കും ഒക്കെ പോകുന്നത് കേട്ടോ. ഈ കുഞ്ചിത്തണ്ണി എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ ഗ്രാമമൊന്നും പറയാൻ പറ്റില്ല, ഒരു ടൗൺഷിപ്പായിട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ടൂറിസ്റ്റ് ഹബ്ബാണ്, അതുപോലെ തന്നെ ബിസിനസ് ഹബ്ബാണ്. പിന്നെ ഏലവും കുരുമുളകും ജാതിയൊക്കെ വിളയുന്ന സുന്ദരമായൊരു നാടും കൂടിയാണ് ഈ കുഞ്ചിത്തണ്ണി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ കട്ടപ്പനയിലൊക്കെ ഞായറാഴ്ച ഭായിമാർ ഇറങ്ങുന്നു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഈ കുഞ്ചിത്തണ്ണി ഭായിമാരെ കൊണ്ട് നിറയുന്ന ഒരു സ്ഥലവും കൂടിയാണ്. ഇത് ശരിക്കും നമ്മുടെ മണിയാശൻ്റെ നാടുകളെയാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഈ കുഞ്ചിത്തണ്ണിക്കുണ്ട്. എൻ്റെ ഒരു ചങ്ങാതി ഇവിടെ കേട്ടോ. ചേട്ടാ ഒരു നോട്ട്ബുക്ക് ഫ്രീ തരാമോ ചേട്ടാ? ഒരു ഫ്രീ തരാമോ ചേട്ടാ? പിടിച്ചുള്ള കളിയാണ് ഇതിലെല്ലാം. ഇന്ന് നിങ്ങളുടെ നാട് കുഞ്ചിത്തണ്ണി എടുത്ത് നമ്മുടെ ചാനലിലേക്ക് ഇടാം. അപ്പൊ ഗ്രാമീണ കാഴ്ചകളൊക്കെ അല്ലേ കാണണേ. അപ്പൊ നമ്മുടെ ദോസ്താണ് കുഞ്ചിത്തണ്ണിയിലെ ഒരു പ്രധാനപ്പെട്ട വ്യാപാരി. വിവിധ ജോലിയുടെ സമയങ്ങളിൽ പരിചയപ്പെട്ട് അങ്ങനെ സുഹൃത്തായതാണ് കേട്ടോ. കുഞ്ചിത്തണ്ണിയായിട്ട് ഏതാണ്ട് ഒരു 10-20 വർഷത്തെ പഴക്കമുള്ള ബന്ധം കുഞ്ചിത്തണ്ണിയും ഞാൻ തമ്മിലുണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ കടയിൽ കിട്ടാത്തൊന്നുമില്ല. അപ്പൊ കുഞ്ചിത്തണ്ണി വരുവാണെങ്കിൽ മറക്കണ്ട, സെന്റ് മേരീസ് ഗിഫ്റ്റ് ഹൗസ്. കേട്ടോ നിങ്ങൾ നോക്കി എന്തോരം കടകളെ ഇവിടെ ഉള്ളതാ. ഇവിടെ ശരിക്കും ഭായിമാരുടെ വിളയാട്ടം നടക്കുന്ന സ്ഥലമാണ്. കാരണം ചില സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ വേറൊരു മാർക്കറ്റാണ് ശരിക്കും സൺഡേ അതുപോലെ തിങ്കളാഴ്ചയൊക്കെ കേട്ടോ.
അപ്പം ഇവിടെ വന്നാണ് ബസ് സർവീസൊക്കെ തിരിക്കുന്നത്. കുഞ്ചിത്തണ്ണി ഗ്രാമത്തെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ജംഗ്ഷൻ വരെയാണ് ബസ് സർവീസ് ഉള്ളത്. അതായത് ബൈസന്മാരിയിൽ നിന്നും ആനച്ചാലിയിൽ നിന്നൊക്കെ വരുന്ന ബസ് ഇവിടെ ഇട്ട് തിരിച്ചിട്ടാണ് വീണ്ടും ബൈസന്മാരിക്കും അതുപോലെ മുട്ടുകാടിനൊക്കെ കയറി പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് രാജക്കാടിനും എല്ലക്കല്ലിനും ഒക്കെ പോകാൻ പറ്റും. അതുവഴി നമുക്ക് പൊന്മുടി ഡാമിനൊക്കെ പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ള ധാരാളം കടകളും അതുപോലെ ഒരു SNDP യോഗത്തിൻ്റെ ഒരു ഓഫീസും അതുപോലെ തന്നെ ധാരാളമായിട്ടുള്ള ഷോപ്പുകളും ഒക്കെ ഉള്ള ഒരു മനോഹരമായിരിക്കുന്ന ഏരിയ ആണ് ഈ കാണുന്ന ജംഗ്ഷൻ. ഈ കുഞ്ചിത്തണ്ണിയുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മേഖലയിലാണല്ലോ. അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു ഗ്ലാസ് ഹൗസാണ് കേട്ടോ, അതിനോട് ചേർന്ന് തന്നെ ഉണ്ടോ ഈ ഒരു മേഖലയുണ്ട്. എല്ലക്കൽ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥാപനം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനോട് ചേർന്ന് തന്നെ ഒരു അക്ഷയ കേന്ദ്രമൊക്കെ ഉണ്ട്. ഈ കാണുന്ന ജീപ്പുകളൊക്കെ ശരിക്കും റിപ്പിൾ വാട്ടർഫാൾസിലേക്കും സിപ്പ് ലൈനിലേക്കും പൊന്മുടി ഡാമിലേക്കും ഒക്കെ പോകുന്ന വാഹനങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിൽ നമുക്ക് ധാരാളം ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് കുഞ്ചിത്തണ്ണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം. കുഞ്ചിത്തണ്ണി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം സ്കൂളിലേക്ക് പോകുന്ന ജംഗ്ഷൻ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വേണം പോകാൻ. നമ്മളിപ്പോൾ ഇറങ്ങുന്നത് കുഞ്ചിത്തണ്ണി സ്കൂളിലേക്കാണ് കേട്ടോ. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് രണ്ടുമുണ്ട്. ഇതുവഴി താഴേക്ക് ഇറങ്ങിയാലാണ് നമ്മൾ സ്കൂളിൻ്റെ അങ്ങോട്ട് എത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്കൂൾ വിട്ട സമയം ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ റോട്ടിൽ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോളേ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ കുഞ്ചിത്തണ്ണി ഗ്രാമം പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമാണ്. പ്രകൃതി രമണീയമായ നമ്മുടെ മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ് കുഞ്ചിത്തണ്ണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണാൻ പോകുന്ന സ്കൂൾ എന്ന് പറയുന്നത് 1952 പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് നിലവിലുണ്ടായിരിക്കുന്ന സ്കൂളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ചിത്തണ്ണി ഗ്രാമവും അതുപോലെ ഇതിൻ്റെ ചുറ്റുമുള്ള ബൈസന്മാലി, പൊട്ടങ്കാട്, അതുപോലെ തന്നെ ആനച്ചാല്, എല്ലക്കല്ല് അങ്ങനെയുള്ള വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. ശരിക്കും 1ാം ക്ലാസ് തൊട്ട് +2 വരെ ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഹയർ സെക്കൻഡറി മാത്രമല്ല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറികളുള്ള ഒരു സ്കൂളാണ്. ശരിക്കും പറഞ്ഞാൽ മനോഹരമായിരിക്കുന്ന ഒരു പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ നിന്ന് ഇടുക്കിയിൽ പഠിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു കിടിലൻ സ്കൂളെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഈ ഗ്രാമത്തിലൊരു പള്ളിയുണ്ട്. പള്ളി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം നിന്ന് പാലത്തിൻ്റെ ഓപ്പോസിറ്റാണ്. അത് പിന്നീടൊരു ദിവസം നമുക്ക് അതുവഴി യാത്ര ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ആനച്ചാലിൽ നിന്ന് 5 കിലോമീറ്ററാണ് കുഞ്ചിത്തണ്ണിയിലേക്കുള്ളത്. രാജക്കാട് നിന്ന് 17 കിലോമീറ്ററും ഉണ്ട്. ബൈസന്മാലയിൽ നിന്ന് 14 കിലോമീറ്ററാണ് കുഞ്ചിത്തണ്ണിയിലേക്കുള്ളത്. ശരിക്കും കുഞ്ചിത്തണ്ണിയിൽ നിന്ന് ദേശീയം കൂടി ചെകുത്താമുക്കിലേക്ക് എത്തുകയും അവിടെ നിന്ന് മൂന്നാറിലേക്ക് പോവുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല കിടിലം വഴിയുണ്ട്. ആ വഴി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടേക്കാം. എന്നാണെങ്കിലും കുഞ്ചിത്തണ്ണി എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മുതിരപ്പുഴ ആറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ ആദ്യം പറഞ്ഞ വഴികളിലേക്ക് നമ്മൾ ഈ കുഞ്ചിത്തണ്ണി ഗ്രാമത്തിൽ നിന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഫാം സ്റ്റേകളും ഒക്കെ നമുക്ക് ഈ ഗ്രാമത്തിലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് കുഞ്ചിത്തണ്ണി. മനോഹരമായിരിക്കുന്ന കുഞ്ചിത്തണ്ണി ഗ്രാമത്തിൻ്റെ മനോഹര കാഴ്ചകൾ നമ്മളിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പം പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അധികം താമസിക്കാതെ അടുത്ത എപ്പിസോഡ് കണ്ടുകൂട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.